ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഞാൻ 8 മണിയായപ്പോൾ എണീറ്റായിരുന്നു. അപ്പോഴാണ് അമ്മ അറിയുന്നത് കറണ്ട് ഇല്ലാന്ന്. പിന്നെ ക്ലാസ് കണ്ടാണല്ലോ നമ്മൾ പഠിക്കുക, അതുകൊണ്ട് പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ നെറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എണീക്കാന്ന് വെച്ച് പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. എന്നിട്ട് എണീക്കുമ്പോഴത്തേക്കും 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് വെള്ളം തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ മുഖം ഇങ്ങനെ ഡിപ്പ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിലത്തെ പഫ്നെസ് ഒക്കെ മാറും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിക്കാൻ വേണ്ടി എടുത്തു. പിന്നെ ഞാൻ ഇരിക്കുന്നതിൻ്റെ നേരെ മേലെയായിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല വെളിച്ചം വരും. അതുകൊണ്ടാണ് ഇത്ര വെളിച്ചം. 2 ദിവസമായിട്ട് സ്കൂളും ഇല്ല, നല്ല മഴയും മൂടി കിടക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഏറ്റവും മേലുണ്ടല്ലോ, അവിടെ ഇങ്ങനെ കോണി കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ആ കോണി കയറിയിട്ട് അവിടെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വെയിലൊക്കെ കൊള്ളാമെന്ന് വെച്ച് പോയി ഇരുന്നു. അവിടെയാണെങ്കിൽ അപ്പുറം ഇപ്പുറമായിട്ട് തെങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പറിക്കാൻ പറ്റുന്ന ആ ഒരു ഹൈറ്റിലേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് കൈ കൊണ്ട് കരിക്കുവാണെങ്കിൽ പറിച്ചെടുത്ത് വെട്ടി കഴിക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ ഇട്ട് വന്നൊന്നും കഴിക്കാൻ, അല്ലെങ്കിൽ മേലെ കയറിയ കരിക്ക് പറിക്കുക, വെട്ടി കഴിക്കുക, അതായിരുന്നു എൻ്റെ സ്ഥിരം പരിപാടി. എണീറ്റപ്പോഴേ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 1:30-2 മണിയായി. പിന്നെ ഒരു മുട്ട മാത്രമല്ല കഴിച്ചുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ചോറും കൂടെ എടുത്ത് കഴിച്ചു. പിന്നെ വീടിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് അവക്കാഡോൻ്റെ മരമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറേ അവക്കാഡോ ഒക്കെ പറിച്ചിട്ട് ഇങ്ങനെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2-3 പഴുത്തു. പിന്നെ ഒരെണ്ണം വീണപ്പോഴേ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം ഫുൾ ഇങ്ങനെ കേടായിപ്പോയി. ബാക്കി 2-3 പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നില്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡിലൊക്കെ ഇട്ടിട്ട് കഴിക്കും. നല്ല ഹെൽത്തി ആണല്ലോ. അങ്ങനെ ഒരു 3:15 കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്നിട്ട് ഞാൻ നേരെ കമ്പ്യൂട്ടർ ആണെങ്കിൽ ക്ലാസ് കാണാൻ വെച്ചപ്പോഴത്തേക്കും നെറ്റ് തീർന്നു പോയി ഗൈസ്. ഈ നെറ്റ് കയറ്റിയിട്ട് വേണം കാണാൻ. ഇപ്പോൾ നമ്മൾ പൈസ കയറ്റിയിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നെറ്റ് വരിക. പക്ഷേ ഞാൻ ഐപാഡിൽ ഒരു കെമിസ്ട്രീൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലൈവ്. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് കാണാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നെറ്റ് വന്നു കേട്ടോ. പിന്നെ ഞാൻ കമ്പ്യൂട്ടറിൽ ക്ലാസ്സും വെച്ചിട്ട് ഐപാഡിൽ ഇങ്ങനെ നോട്ട് ആക്കിയിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഐപാഡിൽ എങ്ങനെയാണ് നോട്ട് എഴുതുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് ആപ്പിലാണെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഗുഡ് നോട്ട്സ് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ HSS ലൈവ് പോയിട്ട് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലോട്ട് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാം, സ്റ്റിക്കി നോട്ടൊക്കെ ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് ഒക്കെ എഴുതിയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിലാണ് നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ നോട്ട് എഴുതി പോകാൻ പറ്റും. അപ്പോൾ ഞാൻ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാത്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതി ഓരോ പ്രോബ്ലംസ് ചെയ്ത് പോകാൻ പറ്റും. ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ അവലുണ്ടല്ലോ, അതും കുറച്ച് വെല്ലം ഉരുക്കിയിട്ട് നല്ല കുറുകി വരുമല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീട്ടിലിവിടെ തേങ്ങയൊക്കെ ഇട്ട് കുറച്ച് നനച്ച് കുറച്ച് വെല്ലമൊക്കെ ഇട്ട് കഴിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. പക്ഷേ എനിക്ക് ആ സംഭവം ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച ചാപ്റ്ററൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നെ നോക്കുമ്പോഴത്തേക്കും എല്ലാം മറന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സൈലത്തിലൊരു ക്ലാസ് എടുത്ത് വെച്ച് 2x സ്പീഡിലാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിന്നുകൊണ്ടാണെങ്കിലും ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങൾ പോകും. നല്ല സ്പീഡിലാണല്ലോ പോകുന്നത്. നമ്മൾ കറണ്ട് വന്നപ്പോൾ തൊട്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഐപാഡ് ഒരു പ്രാവശ്യം പോലും ചാർജ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഐപാഡ് 2 അവർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാർജ് കുത്തി വെച്ചു. പിന്നെ അതിൻ്റെ വേറൊരു പ്രശ്നം, അത് കുറേ ടൈം എടുക്കും ചാർജ് ആവാൻ. എന്തായാലും കുറച്ച് നേരം യൂട്യൂബ് കാണാമെന്ന് വെച്ച് ഞാൻ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഈ ചേച്ചീൻ്റെ വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതും കണ്ടുകൊണ്ടിരുന്നു. പിന്നെ മുഖമൊക്കെ ഒരു മാതിരി ടാൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ മുഖത്ത് എന്തെങ്കിലും പാക്ക് ഇടാമെന്ന് വെച്ചിട്ട് കടലപ്പൊടിയും തേനും കുറച്ച് റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് ഉണ്ടാക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ തലയിലിട്ട സാധനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല. ഇത് മറ്റേ സ്ക്രഞ്ചി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലത്തെ ഇലാസ്റ്റിക് പോയപ്പോഴത്തേക്കും ഞാനത് പറിച്ചെടുത്തപ്പോഴത്തേക്കും മറ്റേ സംഭവം പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചോക്കടിച്ച പോലെ ഫ്രണ്ടിലോട്ട് ചാടിയിരിക്കും. പക്ഷേ ഇത് ഇടുമ്പോഴത്തേക്കും ഒന്ന് ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാക്കൊക്കെ ഇട്ട് ഒരു കുളിയും പാസ്സാക്കി വന്നു. എന്നിട്ട് നമ്മൾ 2 ചപ്പാത്തി എടുത്ത് പിന്നെയും ക്ലാസ് കാണാൻ വേണ്ടി ഇരുന്നു. ഇനിയിപ്പോൾ ഓണായി, ഓണപരിപാടിയായി, എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലായിരിക്കും. ഞാനും നാളെ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വേണം. മെറ്റീരിയൽ എടുത്ത് തയ്പ്പ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നാളെ പോകുമ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗ് പോലെ, അല്ലെങ്കിൽ ഒരു ഓണം ഷോപ്പിംഗ് വ്ളോഗ് പോലെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് എക്സാംസ് ഒക്കെ അടുക്കുമ്പോഴത്തേക്കും 2-3 ദിവസം ലീവ് എടുത്തിരിക്കുക എന്നുള്ളത്. നല്ല പരിപാടിയൊന്നുമല്ല, ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലിരിക്കുന്നതാണല്ലോ. എന്നാലും നമ്മൾ സ്കൂളിൽ വിട്ട് വന്ന് വൈകുന്നേരം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടാവുക ചെയ്യാം. പിന്നെ എന്തെങ്കിലും കുറച്ചൊക്കെ പഠിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകും. അപ്പോൾ വലിയ പഠിത്തമൊന്നും നടക്കില്ല. പക്ഷേ 2-3 ദിവസം ലീവ് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്യുമല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് എക്സാംസിന് കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നി. അതേപോലെയുള്ളൊരു ദിവസമാണ് ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് സ്കൂളുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പഠിക്കാമെന്ന് വെച്ച് ലീവ് എടുത്തിരുന്നു. വെള്ളിയാഴ്ച
എൻട്രൻസ് എക്സാം തുടങ്ങുന്നുണ്ട്. കുറച്ചൊക്കെ പഠിച്ചു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചിരുന്നു. കുറച്ച് ദിവസമായിട്ട് നല്ല ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഒന്നില്ലെങ്കിൽ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു 2-3 മണിയൊക്കെ കഴിയും കിടക്കാൻ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നല്ല തലവേദനയായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇന്നെന്തായാലും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നേരത്തെ കിടക്കാമെന്ന് വെച്ച് ഒരു 11:30 ആയപ്പോഴത്തേക്കും നമ്മൾ കിടക്കാൻ വേണ്ടി പോയി. അപ്പോൾ അത്ര ഉള്ളതൊരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.